Hi, my dearest ones. നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി ബസാണ്. വെൽക്കം ടു ഏഗൻ ലേണിംഗ്. യുഎസ്എസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 100% ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. യുഎസ്എസ് എക്സാമിനേഷൻ നമുക്ക് വരുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്കാണ് അല്ലേ. സ്കോളർഷിപ്പ് എക്സാം ആണ്. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് യുഎസ്എസ് എക്സാമിന് അപ്ലൈ ചെയ്യാം. കാരണം യുഎസ്എസ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് എൻറ്റയർ ഏഗൻ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സിലബസ് എല്ലാം കവർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ യുഎസ്എസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതിൻ്റെ എല്ലാ സപ്പോർട്ടും ഏഗനിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും. സോ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. യുഎസ്എസ് സ്കോളർഷിപ്പ് എക്സാം നമുക്ക് വരുന്നത് 2024 ഫെബ്രുവരി 28 രണ്ട് പേപ്പേഴ്സ് ആണ് നമുക്ക് എഴുതാനുള്ളത്. പേപ്പർ 1 രാവിലെയാണ് എക്സാമിനേഷൻ, പേപ്പർ 2 നമുക്ക് ഉച്ചക്കാണ് എക്സാമിനേഷൻ. സോ നമ്മൾ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളും പേപ്പേഴ്സും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി യുഎസ്എസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? നമ്മുടെ യുഎസ്എസിന്റെ സിലബസിനെ കുറിച്ചിട്ടാണ് അല്ലേ. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, ഏതൊക്കെ പോർഷൻസ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. 7ാം ക്ലാസ് മാത്രം പഠിച്ചാൽ മതിയോ, ഇനി 6ാം ക്ലാസ്സും 5ാം ക്ലാസ്സിൽ നിന്നൊക്കെ ചോദ്യം ചോദിക്കും എന്നൊക്കെ കുറേ ഡൗട്ട്സ് വരാറുണ്ട്. അതെല്ലാം നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യാണ്. സോ നമ്മുടെ യുഎസ്എസ് സിലബസ് എന്ന് പറയുന്നത് 60% ക്വസ്റ്റ്യൻസും നമുക്ക് വരുന്നത് 7ാം ക്ലാസ്സിൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 7ാം ക്ലാസ്സിന്റെ ബേസിസിലാണ് കേട്ടോ. 60%. ഇനി നമുക്ക് ബാക്കിയുണ്ട് അല്ലേ 20% ക്വസ്റ്റ്യൻസ് വരുന്നത് 6ാം ക്ലാസ്സിന്റെ ബേസിസിലും അതുപോലെ തന്നെ 20% ക്വസ്റ്റ്യൻസ് വരുന്നത് 5ാം ക്ലാസ്സിന്റെ ബേസിസിലുമാണ്. സോ നമ്മൾ ആദ്യം കവർ ചെയ്യേണ്ടത് നമ്മൾ 7ാം ക്ലാസ്സിൽ എല്ലാ ചാപ്റ്റേഴ്സും ഓരോരു സബ്ജക്റ്റിലുള്ള ചാപ്റ്റേഴ്സ് നമ്മളിപ്പോൾ പറയും. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം. അതുപോലെ തന്നെ 6ാം ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് അതിനെക്കുറിച്ചിട്ടുള്ള കറക്റ്റ് ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് 5ാം ക്ലാസ്സിലുള്ളതും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഇതുപോലെയാണ് വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 7ാം ക്ലാസ്സിൽ നമ്മുടെ സോഷ്യൽ ആവട്ടെ, സയൻസ് ആവട്ടെ, മാത്സ് ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, മലയാളം ആവട്ടെ, ഇതിലൊക്കെ ഏതൊക്കെ ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, എത്ര ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. ഞാൻ എടുത്തു പറയുന്നു, ഈ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഏഗൺ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. സോ നിങ്ങൾ ഏഗൻ്റെ ക്ലാസ് കാണുകയാണെങ്കിൽ യുഎസ്എസ് എക്സാമിന് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ, യുഎസ്എസ് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ഒരു ചാനലിലാണ് നമ്മുടെ കംപ്ലീറ്റ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. സോ 7ാം ക്ലാസ്സിൽ ബേസിക് സയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മൊത്തം 10 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 10 ചാപ്റ്ററിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോണ്ടന്റുകൾ, കൺസെപ്റ്റുകൾ നമ്മൾ ക്ലിയർ ആക്കി വെക്കണം. ഓക്കെ, എന്താണ് അടിസ്ഥാന ശാസ്ത്രത്തിൽ 10 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അടുത്തത് സോഷ്യൽ സയൻസിൽ നമുക്ക് 13 ചാപ്റ്റേഴ്സുകളാണ് കവർ ചെയ്യാനുള്ളത്. സോഷ്യൽ സയൻസ് അഥവാ ഏതാണ് സാമൂഹിക ശാസ്ത്രത്തിൽ നമുക്ക് 13 ചാപ്റ്റേഴ്സോളം നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. ഇനി മാത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വരുന്നത് 14 ചാപ്റ്റേഴ്സ് ആണ്, 14 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ എവിടെ വരുന്നത്, കണക്ക് അഥവാ ഗണിതത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്, ഇംഗ്ലീഷ് അല്ലെ. ഇംഗ്ലീഷിൽ നമുക്ക് ഇവിടെ കാണാം, നമുക്ക് മൊത്തം എത്ര യൂണിറ്റുകളാണ്, 6 യൂണിറ്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്കുള്ളത് കേരള പാഠാവലിയും പഠിക്കാനുണ്ട്, അടിസ്ഥാന പാഠാവലിയും നമുക്ക് കവർ ചെയ്യാനുണ്ട് അല്ലേ. അപ്പം നമ്മുടെ കേരള പാഠാവലിയിൽ നമുക്ക് 5ഓളം യൂണിറ്റുകളാണ്. അതുപോലെ തന്നെ അടിസ്ഥാന പാഠാവലിയിൽ നമുക്ക് വരുന്നത് 3ഓളം യൂണിറ്റുകളാണ് കവർ ചെയ്യാനുള്ളത്. സോ നമ്മുടെ 7ാം ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. 7th സ്റ്റാൻഡേർഡ് നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7ാം ക്ലാസ്സിലെ പോർഷൻസ് കംപ്ലീറ്റ് നമുക്ക് അവിടെ കവർ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, ഈ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ ഈ ചാനലിൽ അവൈലബിൾ ആണ്. ഇനി 6ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. 6ാം ക്ലാസ്സിൽ ബേസിക് സയൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് 10 ചാപ്റ്ററുകളാണ്. അടിസ്ഥാന ശാസ്ത്രത്തിൽ 10 ചാപ്റ്റേഴ്സുകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സയൻസിൽ നമുക്ക് 12ഓളം ചാപ്റ്റേഴ്സ് ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. 6ാം ക്ലാസ്സിലാണ് കേട്ടോ. 12ഓളം ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്, സാമൂഹിക ശാസ്ത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ മാത്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 11 ചാപ്റ്റേഴ്സ് ആയിരുന്നു. 11 ചാപ്റ്റേഴ്സ് ആണ് കണക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്താണ്, ഇംഗ്ലീഷിൻ്റെ അകത്ത് 5 യൂണിറ്റുകളാണ്. ഇനി മലയാളം നമ്മുടെ കേരള പാഠാവലിയിലാണെങ്കിൽ 5 യൂണിറ്റുകളും അടിസ്ഥാന പാഠാവലിയിലാണെങ്കിൽ നമുക്ക് എത്രയാണ്, 3 യൂണിറ്റുകളുമാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്.
നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതായിരിക്കും. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മറന്നു പോയിട്ടുണ്ടാവും, അല്ലെ, വിട്ടു പോയിട്ടുണ്ടാവും. പക്ഷെ വിഷമിക്കേണ്ട, നമ്മൾ അതെല്ലാം കോപ്പ് അപ്പ് ചെയ്തിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്മുടെ ഓരോരോ ചാപ്റ്റേഴ്സും നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മുടെ അഞ്ചാം ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിക്കാനുണ്ടായിരുന്നെന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ ബേസിക് സയൻസിൽ നമുക്ക് 10 ചാപ്റ്റേഴ്സുകളാണ്. അടിസ്ഥാന ശാസ്ത്രത്തിൽ 10 ചാപ്റ്റേഴ്സ്. സോഷ്യൽ സയൻസിൽ നമുക്ക് വരുന്നത് 11 ചാപ്റ്ററുകളാണ്. ഇനി മാത്സിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ആണ്? നമുക്ക് 9 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. പിന്നെ എന്താണ്, കണക്കിൽ 9 ചാപ്റ്റേഴ്സ്, ഇംഗ്ലീഷിലാണെങ്കിൽ 5 യൂണിറ്റുകളാണ്, മലയാളം കേരള പാഠാവലിയിൽ 5 യൂണിറ്റുകളും അടിസ്ഥാന പാഠാവലിയിൽ നമുക്ക് 3 യൂണിറ്റുകളുമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് കവർ ചെയ്യാൻ ഒരുപാട് പോർഷൻസ് ഉണ്ട്. അത് കരുതിയിട്ട് ബുദ്ധിമുട്ടാണ്, നമ്മളെ കൊണ്ട് പഠിച്ചാൽ പറ്റില്ല, നമ്മളെ കൊണ്ട് കഴിയോ എന്ന് സംശയമുള്ളവരുടെ നമ്മുടെ മുന്നിൽ ഇനിയും നമുക്ക് സമയമുണ്ട്. ഈ സമയങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ, നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കറക്റ്റ് പ്ലാനോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ 100% ഉറപ്പാണ് USS നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. കാരണം 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങൾ തന്നെയാണ്. ഇനി അത് മറന്നു പോയാലും നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ഏകന്റെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി 7ാം ക്ലാസ്സിന്റെ പോർഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നു. സോ എല്ലാം നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ USSന് നിങ്ങൾ സെറ്റ് ആയിരിക്കും. സോ നിങ്ങൾ പാരൻസിൻ്റെ അടുത്ത് പറയുക, ഇത്തവണ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ പറയുക, ഇത്തവണ എനിക്ക് USS എഴുതണം, അതിലുള്ള ഫുൾ കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇനി നിങ്ങൾ കോൺഫിഡൻറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. കാരണം അവർക്കും USS എക്സാം എഴുതാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. സ്കോളർഷിപ്പ് എക്സാം ആണ്, എല്ലാ മക്കളും എഴുതട്ടെ. USS എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുടെ ഒരു പ്രസ്റ്റീജ് വാല്യൂ കൂടിയാണ്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാത് ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ അതാത് ടീച്ചേഴ്സിനെ അറിയിക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. USSന് നിങ്ങളുടെ കൂടെ ഏകൻ എപ്പോഴും ഉണ്ടാവും. See you soon. Bye bye.